എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കുറച്ച് നാളായി ഒരു Q&A പോസ്റ്റ് ഇട്ടിട്ട് ഡെലിവറി എല്ലാം കഴിഞ്ഞ പിന്നെ ഒരു Q&A ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ കുറേ പേര് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും 1 by 1 ആയിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് രജി എന്നുള്ള ഒരു അക്കൗണ്ടിൽ നിന്നാണ്. മൂത്ത മോള് ചെറിയ കുട്ടീനെ കുറുമ്പ് കാട്ടാറുണ്ടോ? എൻ്റെയും ഡെലിവറി കഴിഞ്ഞ് ഇരിക്കുകയാണ്. 52 days ആയി. മൂത്ത മോള് 4 years ആണ്. ഇപ്പം മോനാണ്. അവനെ കുറുമ്പ് കാണിച്ച് കരയിക്കല അവളുടെ ഇപ്പോഴത്തെ ഹോബി. കുറേ ചെയ്യുമ്പോൾ ദേഷ്യം വന്ന് വഴക്ക് പറയും, പിന്നെ വിഷമമാവും. രണ്ടുപേരെയും ഒരുമിച്ച് മെയിൻറ്റെയിൻ ചെയ്യുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. നിച്ചുട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിച്ചുട്ടി യാമീന കുറുമ്പ് കാട്ടലില്ല കേട്ടോ. അവർ നല്ലൊരു ടേംസ് തന്നെയാണ് പോകുന്നത്. ഇപ്പം കുറച്ചും കൂടെ വലുതാകുമ്പോഴായിരിക്കും കുറച്ചും കൂടെ അടിപിടിയെല്ലാം കുറച്ചും കൂടെ പ്രായമായിട്ട് വർത്താനെല്ലാം പറയാൻ തുടങ്ങുമ്പോൾ. ഇപ്പം അങ്ങനെ ഇല്ല. മെയിനായിട്ട് അതെനിക്ക് തോന്നുന്നു നമ്മൾ പ്രഗ്നൻ്റ് ആവുന്ന സമയം തൊട്ട് തന്നെ നിച്ചുട്ടീൻ്റെ മോളെ വാവയാണെന്ന് വരുന്നത്. മോളത് അങ്ങനെ ഒരു ഇത് മൈൻഡിലേക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെയൊന്നും ഇല്ലാണ്ട് പെട്ടെന്ന് വരുമ്പം അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അപ്പം അങ്ങനെ ട്രെയിൻ ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ വാവേനെ നിച്ചുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ സമയം മുതൽ എനിക്ക് വാവേനെ വേണമെന്ന് പറഞ്ഞ് നിൽക്കുന്ന ഉണ്ടായത്. വാവ വന്നിട്ടും നമ്മൾ കൂടുതൽ കൺസിഡറേഷൻ കൊടുക്കുന്നത് മോൾക്ക് തന്നെയാണ്. വാവേനെ മോള് നോക്കണം, നമ്മൾ മോളെ നോക്കും. ആ രീതിയിലാണ് കേട്ടോ നമ്മളെല്ലാ കാര്യങ്ങളും മോളെ മുന്നിന്ന് ഇങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വാവേനെ നോക്കണം, കുറച്ച് ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്ന പോലെയും ഒരു ബിഗ് സിസ്റ്ററായി എന്നുള്ള പോലെയും അങ്ങനെ ഒരു കൺസിഡറേഷൻ കൊടുത്തിട്ടാണ് അങ്ങനെ ഇതാക്കി എടുക്കുന്നത്. നമ്മൾ ദേഷ്യം പിടിപ്പിച്ചത് കൊണ്ട് അവർക്ക് വിഷമാവുന്നേ ഉള്ളൂ. അത് കൂടുതൽ മറ്റേ കുട്ടീനെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ടാക്കും. അങ്ങനെയല്ലേ ഉള്ളൂ. നമ്മൾ ദേഷ്യപ്പെട്ടിട്ട് വാവേനെ ചെയ്യുന്നത് കൊണ്ട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. പറഞ്ഞ് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. പറഞ്ഞു കൊടുക്കുക, ഇതാണ് നിൻ്റെ വാവയാണ്, നീയാണ് നോക്കേണ്ടത്. അങ്ങനെ പറഞ്ഞ് ചെറിയ ഉത്തരവാദിത്തങ്ങളെല്ലാം കൊടുത്ത് നമ്മളെ നോട്ടം വേണേ, മേൽനോട്ടത്തിൽ തന്നെ ഉത്തരവാദിത്തമെല്ലാം കൊടുത്തിട്ട് അങ്ങനെ ഒന്ന് ട്രെയിൻ ചെയ്ത് എടുപ്പിച്ചാൽ ഓക്കെ ആവും. ജാക്കി ചോദിച്ചിട്ടുണ്ട് ഹെയർ കട്ട് മേക്ക് ഓവർ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചേച്ചിക്ക് മേക്ക് ഓവർ ആകാൻ ഇൻട്രസ്റ്റ് ഉണ്ടോയെന്ന് ചിഞ്ചു എന്നുള്ള അക്കൗണ്ടൊന്ന് ചോദിച്ചിട്ടുണ്ട്. മെയിനായിട്ട് എനിക്ക് മേക്ക് ഓവർ ആവാൻ അങ്ങനെ ഞാനൊരു ഫാഷൻ പേഴ്സൺ അല്ല. അതുകൊണ്ട് എനിക്ക് കാണാൻ ഇഷ്ടമാണ് പെൺകുട്ടികളെല്ലാം ഇങ്ങനെ അടിപൊളിയായിട്ട് സ്റ്റൈലിഷ് ആയിട്ട് നടക്കുന്നത്. പക്ഷെ എനിക്ക് അങ്ങനെ ആവണം എന്ന് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഒരു മേക്ക് ഓവർ വേണമെന്ന് ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല. പിന്നെ ഹെയർ മേക്ക് ഓവർ ചെയ്യാൻ ഇപ്പം എന്തായാലും നടക്കൂല. ഇപ്പം എൻ്റെ ഹെയർ നല്ലോണം പോയിട്ട് നല്ല വീക്കായിട്ടാന്നുള്ളത്. ഇത് വെച്ചിട്ട് ഞാൻ മേക്ക് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും എല്ലാം അബദ്ധമാവും. അതുകൊണ്ട് ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. ഹെയർ കുറച്ച് നാൾ അങ്ങനെ പോട്ടെ, എന്നിട്ട് എന്തെങ്കിലും കുറച്ച് വളരെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മേക്ക് ഓവറൊക്കെ ആവാൻ വേണ്ടിയിട്ട് നോക്കാം. അല്ലാണ്ട് വേറൊരു മേക്ക് ഓവർ ആവണമെന്ന് ഇതുവരെ തോന്നിയിട്ടില്ല. ഞാൻ സ്ഥിരം Q&A എടുക്കുമ്പോൾ വരുന്ന കമൻറ്റാണ് കൈകൊണ്ടുള്ള ആക്ഷൻ കൂടുതലാണെന്ന്. അത് അറിയാണ്ടായിപ്പോന്നെയാണ് കേട്ടോ. എൻ്റെ ശീലമാണ്. മൈൽ സ്റ്റോൺ ക്ലാസ്സൊക്കെ കണ്ടവർക്ക് അറിയാം. അതുകൊണ്ട് അത് അറിയാണ്ടായിപ്പോന്നെയാണ്. ഇനി മഞ്ജു ചോദിച്ചിട്ടുണ്ട് വാട്ട് ആർ ദ ബേബി പ്രൊഡക്ട്സ് യു ആർ യൂസിങ് ഫോർ യാമിക്കുട്ടിക്ക് യൂസ് ചെയ്യുന്ന ബേബി പ്രൊഡക്ട്സ്. എനിക്ക് തോന്നുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് ബേബി പ്രൊഡക്ട്സിൽ ചോദിക്കുന്നുണ്ടാവുക ഡയപ്പറും അതുപോലെ തന്നെ നമ്മുടെ വെറ്റ് വൈപ്സ് ഒക്കെ ആയിരിക്കും. ഡയപ്പറും വെറ്റ് വൈപ്സും ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട്. ലൗലാപ്പിൻ്റെ ഈ ഒരു വെറ്റ് വൈപ്പ് വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള വെറ്റ് വൈപ്സും അതുപോലെ തന്നെ ഈ ഒരു ഡയപ്പറുമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നെ ഒരു പ്രൊഡക്റ്റും കൂടെ കാണിക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇച്ചൂട്ടിൻ്റെ സമയത്തൊന്നും ഇത് യൂസ് ചെയ്തിട്ടില്ല. ഇപ്പം കണ്ടിട്ട് അങ്ങനെ വാങ്ങിച്ചാണ്. ലൗലാപ്പിൻ്റെ തന്നെ ബേബി ലിക്വിഡ് ക്ലെൻസർ ആണ്. ഇതാ ബേബി ലിക്വിഡ് ക്ലെൻസർ ആണ്. ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് വാവേൻ്റെ ഫീഡിങ് ബോട്ടിൽസും അക്സസറീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലീൻ ചെയ്യാനും അതുപോലെ തന്നെ കളിപ്പാട്ടങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനും ഈവൻ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഒക്കെ ക്ലീൻ ചെയ്യാൻ ഇപ്പം നിച്ചുട്ടിക്കായാലും ഞാൻ സ്കൂളിലേക്ക് കൊടുത്തു വിടുന്ന ടിഫിനും നിച്ചുട്ടി ഫുഡ് കഴിക്കുന്ന പാത്രമൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്ലെൻസറാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഫുഡ് ഗ്രേഡിൻ്റെ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ 99.9% ജേംസിനെയും ഇത് കില്ല് ചെയ്യുന്നുണ്ട്. കെമിക്കൽസ് ഒന്നും തന്നെ അടങ്ങിയിട്ടില്ല. ഹാംഫുൾ ആയിട്ടുള്ള ഒരു കെമിക്കൽസും അടങ്ങിയിട്ടില്ല. ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡും ആണ്. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ കളേഴ്സ് ഒന്നും അടങ്ങിയിട്ടില്ല. നോൺ ടോക്സിക് ആണ്. ഹാംഫുൾ ആയിട്ടുള്ള ബാക്ടീരിയാസിനൊക്കെ ഇത് കില്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് മക്കൾക്കൊക്കെ കൊടുത്തു വിടുമ്പോൾ ടിഫിനും അങ്ങനത്തെ പാത്രങ്ങളിലും നമ്മൾ ഒരു എക്സ്ട്രാ കെയർ എന്തായാലും നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്നതാണ് അല്ലേ. നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ലിക്വിഡൊന്നും വെച്ചിട്ട് കഴുകാണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. മക്കൾക്ക് കൊടുക്കുന്നത് ജേംസ് ഒന്നും ഇല്ലാത്തതാണെന്ന് നമുക്ക് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ പാരബൻസ് ഫ്രീ ആണ്, ഫോസ്ഫേറ്റ് ഫ്രീ ആണ്. ഞാൻ എങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ടിഫിനും ബോട്ടിൽസ് ഒക്കെ കഴുകാൻ വേണ്ടിയിട്ട് ഈ ലിക്വിഡ് കുറച്ച് അതിനകത്തേക്ക് ആക്കിയിട്ട് നമ്മുടെ ഒരു സ്ക്രബറോ ഇതൊക്കെ വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കും. ബോട്ടിലാണെങ്കിൽ നല്ലോണം കുലുക്കി ബ്രഷ് ഇട്ടിട്ട് കഴുകിയെടുക്കും. ഇനി കളിപ്പാട്ടൊക്കെ ആണെങ്കിൽ ഒരു പാത്രത്തിനകത്തേക്ക് കുറച്ച് ലിക്വിഡ് ആക്കി വെള്ളം നിറച്ചിട്ട് ഒന്ന് പതിപ്പിച്ച ശേഷം
നമ്മുടെ കളിപ്പാട്ടങ്ങളൊക്കെ അതിനകത്ത് ഇട്ടിട്ട് കളിക്കാൻ തുടങ്ങും. ഇപ്പം കളിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കും. ഇപ്പം യാമിക്കുട്ടി ആണെങ്കിൽ കളിപ്പാട്ടൊക്കെ തൊട്ടിട്ടും ഇങ്ങനെ എടുത്തിങ്ങനെ വായിലേക്ക് കൊണ്ടുപോകാൻ നോക്കുന്നതും അങ്ങനത്തെ ഒരു സ്റ്റേജിലാണ്. അപ്പോൾ വാവക്കെല്ലാം പറയുന്നത് അത്രയും ക്ലീൻ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് എഫക്റ്റ് ആവാൻ ചാൻസ് ഇല്ലേ, അതുകൊണ്ട് നമ്മൾ അത്രയും ക്ലീൻ ആക്കിയിട്ട് വേണം നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു ലവ് ലാബ് ബേബി ലിക്വിഡ് ക്ലെൻസർ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് സെക്ഷനിലും ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. കുഞ്ഞിന് ഫോർമുല മിൽക്ക് കൊടുക്കുന്നുണ്ടോ, ബ്രസ്റ്റ് മിൽക്ക് കൂടാൻ എന്തൊക്കെ കഴിച്ചു എന്ന് ചോദിച്ചിട്ടുണ്ട്. കുഞ്ഞിന് ഫോർമുല മിൽക്ക് കൊടുക്കുന്നില്ല. നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ പാല് വരാനുള്ള ടൈമും കുഞ്ഞ് സക്ക് ചെയ്യാനുള്ള ആ ഒരു ടൈമൊക്കെ കൊടുക്കണമല്ലോ. അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് ആ ഒരാഴ്ചയോളം അതൊന്ന് ജസ്റ്റ് കൊടുത്തോ എന്ന് പറഞ്ഞിട്ടുണ്ടായിന്. അത്ര മാത്രമേ കൊടുത്തിട്ടുള്ളൂ, അതിനുശേഷം കൊടുത്തിട്ടില്ല. ബ്രസ്റ്റ് മിൽക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് കാര്യമായിട്ട് അങ്ങനെ ഒരു ഫുഡൊന്നും കഴിച്ചിട്ടില്ല. സാധാരണ എല്ലാവരും കഴിക്കുന്ന പോലെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, നട്ട്സ്, കുറേ വെള്ളം കുടിക്കുക, ബാക്കിയെല്ലാം നമ്മുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുക, അത്രയും മാത്രമേ ഉള്ളൂ. പിന്നെ ചെറുപയർ കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ എന്താ തേങ്ങാപ്പാലിട്ട ഉലുവക്കഞ്ഞിയൊക്കെ ഞാൻ കുറച്ച് ആ സമയത്ത് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് സമയത്ത് കഴിച്ചിട്ടുണ്ടായിന്. പിന്നെ എവിടെയോ കണ്ടു ഉലുവ കഴിക്കുമ്പോൾ എന്തോ ഗ്യാസിൻ്റെ ഇഷ്യൂ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ കണ്ടു. യാമിക്കുട്ടിക്ക് ആ സമയത്ത് കുറച്ച് ഗ്യാസ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിനി. അതുകൊണ്ട് പിന്നെ അത് ഒഴിവാക്കി, തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ള കഞ്ഞി. പക്ഷെ അതൊന്നും കുടിച്ചു എന്ന് പറയാൻ പറ്റില്ല, ഒരു 2-3 പ്രാവശ്യം കഴിച്ചതേ ഉള്ളൂ. ഇതന്നെയാണ് മെയിനായിട്ട്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, നട്ട്സ് അത് സ്ഥിരമായിട്ട് കഴിക്കലുണ്ട്. പിന്നെ ബാക്കി എല്ലാ ഫുഡും കഴിക്കും, കുറേ വെള്ളം കുടിക്കും, അത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ. ആ ക്വസ്റ്റ്യൻ ചോദിച്ചത് ഹിമ ഹാരിസൺ ആണ് കേട്ടോ. ഹിമ ഹാരിസൺ, ആ പേര് എനിക്ക് ഭയങ്കര ഫെമിലിയർ, നമ്മളെ പണ്ടേയുള്ള സബ്സ്ക്രൈബറാണ്. ആ പേര് പണ്ട് ഫസ്റ്റ് Q&A ചെയ്യുമ്പോൾ മുതലേ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അടുത്തത് ഉമ ടി യു എന്നുള്ളൊരു അക്കൗണ്ടിൽ നിന്നാണ്. മിസ് എത്ര വീക്സ് ആയപ്പോഴാണ് മിസ്സിൻ്റെ അഡ്മിറ്റ് ആക്കിയത്? 36 or 37 വീക്സിലാണ് കേട്ടോ. മാം PSC ക്ലാസ് കണ്ടിന്യൂ ചെയ്യുമെന്ന് മൂൺലൈറ്റ് വ്ളോഗ്സ് ചോദിച്ചിട്ടുണ്ട്. PSC ക്ലാസ് കണ്ടിന്യൂ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പം കാര്യമില്ല, അതുകൊണ്ടാണ് അത് കണ്ടിന്യൂ ചെയ്യാത്തത്. ഞാൻ പ്രഗ്നൻസി സമയത്ത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ അത്രയും എഫേർട്ട് എടുത്തിട്ട് അത്രയും റിസ്ക് എടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് അതിനൊരു ബെനിഫിറ്റ് ഉണ്ടാവണ്ടേ. ബെനിഫിറ്റ് ഇൻ ദ സെൻസ് നമ്മൾ അത്രയും ആൾക്കാരത് കാണണ്ടേ, അവർക്ക് ഉപകാരം ഉണ്ടാവുമെന്ന് നമുക്ക് തോന്നണ്ടേ. പക്ഷെ ഇപ്പം കമ്പാരിറ്റീവ്ലി PSC വീഡിയോസ് കാണുന്ന ആൾക്കാരുടെ എണ്ണം കുറവാണ്. മൊത്തത്തിൽ ഒന്ന് അനലൈസ് ചെയ്തപ്പോൾ അതാണ് മനസ്സിലായത്. അപ്പം നമ്മൾ വാവേനൊക്കെ വെച്ച് ഇത്രയും കഷ്ടപ്പെട്ട് ഇടുമ്പം അത് അധികം ആൾക്കാർ കാണുന്നില്ല, അവർക്ക് ആവശ്യമില്ല എന്ന് തോന്നുമ്പോൾ നമുക്ക് ഇടാനുള്ളൊരു ത്വര ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ടാണ് ഇപ്പോൾ ഇടാത്തത്. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ എന്തായാലും കണ്ടിന്യൂ ചെയ്യും. അടുത്തത് നിച്ചുട്ടിന് എന്തിനാ കണ്ണട വെക്കുന്നത്? ഒരു വീഡിയോയിൽ കണ്ടിരുന്നു കണ്ണട വെച്ചിട്ട്. അത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുറേ പേര് അതിന് അടിയിൽ വേറെ ആൾക്കാർ റിപ്ലൈയും കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും കണ്ണട വെക്കുന്നത് എന്തെങ്കിലും റീസൺ ഉള്ളതുകൊണ്ടല്ലേ, എന്തിനാ ഇങ്ങനെ ചോദിക്കുന്നതെന്നെല്ലാം പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ അതൊരു വീഡിയോയിൽ പറയാമെന്ന് വിചാരിച്ചിട്ട് നിന്നതാണ്, പിന്നെ അത് വിട്ടുപോയി വീഡിയോയിൽ. അപ്പോൾ നിച്ചുട്ടി കണ്ണട വെക്കുന്ന കാര്യമായിട്ട് പ്രശ്നമൊന്നുമില്ല, ചെറിയൊരു പവർ ഇഷ്യൂ ഉണ്ട് ഒരു കണ്ണിന് മാത്രം. വളരെ ലൈറ്റായിട്ട്, വളരെ സ്റ്റാർട്ടിങ് ആണ്. അത് അംഗനവാടിയിൽ നിന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ സിസ്റ്റർ പറഞ്ഞിട്ട് നമ്മളൊന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്തതാണ്. അപ്പോൾ TV കാണുമ്പോഴും എഴുതുമ്പോഴും ഒക്കെ ഒന്ന് ജസ്റ്റ് കണ്ണടയൊക്കെ വെച്ചിട്ട് ഒന്ന് ശീലമായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് സ്കൂളിലേക്ക് പോകുമ്പോഴും സ്ഥിരം ഇട്ട് കൊടുക്കുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തമ്പിലിത്ത 2028 എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിന് ചോദിക്കുകയാണ്. ഹായ് രചന, വ്ളോഗ്സ് ഒക്കെ സ്ഥിരം കാണാറുണ്ട്, ഇടയ്ക്ക് വ്ളോഗ് ഇടണേ. സെക്കൻഡ് ഡെലിവറി പ്ലാൻ ചെയ്യുന്നതിന് മുൻപ് എന്തൊക്കെ ഡയറ്റ് പ്ലാനാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ഞാൻ മുന്നേ വ്ളോഗിൽ ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. സെക്കൻഡ് ഡെലിവറി തുടങ്ങുന്നതിന് മുന്നേ, സെക്കൻഡ് ഡെലിവറി തുടങ്ങുന്നതല്ല, സെക്കൻഡ് പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന സമയത്ത് അതിന് മുന്നേ ആയിട്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് പ്രഗ്നൻസിയിൽ ഞാൻ ഡയബറ്റിക് ആയിരുന്നു. അതുകൊണ്ട് ഈ പ്രഗ്നൻസിയിൽ ഡയബറ്റിക് ആവാൻ പാടില്ല എന്നുള്ള ഒരു അത്യാഗ്രഹം എനിക്ക് ഉണ്ടായിന്. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ഷുഗറൊക്കെ പക്ക നോർമൽ ആക്കിയതിന് ശേഷമാണ് പ്രഗ്നൻസി ഒക്കെ പ്ലാൻ ചെയ്തത്. അതുപോലെ തന്നെ ഞാൻ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, വർക്കൗട്ട് ചെയ്യുന്ന വീഡിയോസ്. അപ്പം അത് ചെയ്തതോടുകൂടി എൻ്റെ ഷുഗർ, കൊളസ്ട്രോൾ അങ്ങനത്തെ സംഭവം ഒക്കെ നോർമലാക്കി. അതിന് ശേഷമാണ് പ്രഗ്നൻസിയൊക്കെ പ്ലാൻ ചെയ്തത്. ആ സമയമാണ് ഞാൻ വെയിറ്റ് നല്ലോണം കുറഞ്ഞതും വെയിറ്റ് ലോസ് ആയതും ആ വർക്കൗട്ടൊക്കെ ചെയ്ത ആ ഒരു സമയത്താണ്. എനിക്കൊന്ന് അത് ചെയ്ത് അങ്ങനെ ഓക്കെ ആയതുകൊണ്ട് എനിക്ക് ഈ പ്രാവശ്യം ഷുഗർ ഒന്നും കാര്യമായിട്ടൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. അപ്പോൾ മെയിനായിട്ട് അത് തന്നെയാണ് ചെയ്തത്, ഷുഗർ ഒന്ന് നോർമലാക്കി വെച്ചു. നിങ്ങൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോർമലാണെന്ന് ഉറപ്പ് വരുത്തുക. പിന്നെ പ്രഗ്നൻ്റ് ആവുന്നതിന് ഒരു 2 months മുന്നേ തന്നെ ഫോളിക് ആസിഡ് ടാബ്ലറ്റ് ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ടിട്ട് കഴിച്ചു തുടങ്ങും. അത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ. സുമയ്യ ഇബ്രാഹിം ആണ് ചോദിച്ചത് കന്നഡ, നിച്ചുട്ടിൻ്റെ കന്നഡേൻ്റെ കാര്യം. ഇനി ചേച്ചി PSC കോച്ചിങ് ചെയ്തിരുന്നോ, ക്ലാസ് എടുക്കാൻ മലപ്പുറം വന്നിട്ടുണ്ടോ എന്ന് RB ലൈറ്റ്സ് എന്നുള്ള ഒരു അക്കൗണ്ടിൽ ചോദിച്ചിട്ടുണ്ടായിനി. ഇല്ല, കോച്ചിങ് വേറെ ഇവിടുന്ന് ഓൺലൈനായിട്ടുള്ള കോച്ചിങ് മാത്രമേ ചെയ്തിട്ടുള്ളൂ കേട്ടോ.
അടുത്തത് മോനിഷ തോമസ് ചോദിച്ചാണ്, ഹായ് ചേച്ചി, എനിക്കും ഏകദേശം സെയിം ടൈമിലായിരുന്നു ഡെലിവറി. സോ ഞാൻ പ്രഗ്നൻ്റ് ആയ ടൈം മുതലാണ് വീഡിയോസ് കാണാൻ തുടങ്ങിയത്. ഇപ്പോൾ സ്ഥിരം കാണും. വൺ റിക്വസ്റ്റ്, കൂടുതൽ വ്ളോഗ്സോ ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യണം. ബേബിക്ക് എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് ചെയ്യിക്കുക? എനിക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. ബിക്കോസ് ഓൾ ദ ടൈം അവൾ ഉറക്കം അല്ലെങ്കിൽ കരച്ചിലാണ്. സോ എങ്ങനെയാണ് യാമിക്കുട്ടിയുടെ വൺ ഡേ എന്ന് പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ഞാൻ വീഡിയോസ് ഇപ്പം സ്ഥിരം കാണിക്കുന്നുണ്ടല്ലോ യാമിക്കുട്ടിയുടെ റുട്ടീനെല്ലാം. ഇനി അത് എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യുക. ഇപ്പം കുറച്ച് മാറിയിട്ടുണ്ട്. ആദ്യം ഒരു 2 മാസം വരെ എന്തായാലും അങ്ങനെ ആയിരിക്കും ഇവിടെ കരച്ചിലും പിന്നെ ഉറക്കവും എല്ലാം ആയിരിക്കും. അവർക്ക് വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ. ഒരു 3 months ഒക്കെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ കുറച്ച് കളിക്കാനും നോക്കി ചിരിക്കാനും അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ തുടങ്ങും. മെല്ലെ കിടന്നിടത്തുനിന്ന് ഒന്ന് ശരിയാനും കമിഴ്ന്ന് വീഴാൻ വേണ്ടിയിട്ട് ശ്രമിക്കാനൊക്കെ തുടങ്ങും. ബാക്കി ഒരു 3 months വരെ വെറുതെ കരച്ചിലും ഉറക്കവും അങ്ങനെ തന്നെ ആയിരിക്കും എന്തായാലും. അടുത്ത ചോദ്യം അമൃത പി ആണ് ചോദിച്ചിട്ടുള്ളത്, ഹായ്, അമ്മ അരോളി സ്കൂളിൽ ഏത് ഇയർ ആണ് പഠിപ്പിച്ചത്? ഏത് ക്ലാസ്സിലായിരുന്നു പഠിപ്പിച്ചത്? ഞാനും അരോളിയാണ് പഠിച്ചത്. ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. അമ്മ ഇപ്പോൾ 2021 ആണ് റിട്ടയർഡ് ആയത്. 2021 അല്ലേ, 22 ആണ് റിട്ടയർഡ് ആയത്. അപ്പോൾ അതിന് മുന്നേ ഒരു 10-15 വർഷത്തോളം അരോളി സ്കൂൾ തന്നെയാണ് പഠിപ്പിച്ചിട്ടുണ്ടായത് കേട്ടോ. പിന്നെ ഡെലിവറി കെയറിന് ഓൺ ഹൗസിൽ പോകണമെന്ന് തോന്നിയില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട് അമൃത തന്നെ. അത് മുന്നേ എൻ്റെ വ്ളോഗ്സ് കാണുന്നവർക്കൊക്കെ അറിയാം. ഞാൻ മുന്നേ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് എന്തുകൊണ്ടാണ് പോവാത്തതെന്നൊക്കെ ഉള്ളത്. ഓൺ ഹൗസിൽ പോകണമെന്ന് തോന്നിയിട്ടില്ലേന്ന് ചോദിച്ചാൽ ഇല്ല, തോന്നിയിട്ടില്ല എന്നുള്ളതാണ് അർത്ഥം. നമുക്ക് എവിടെയാണോ മോസ്റ്റ് കൺവീനിയൻ്റ് ആയിട്ടുള്ളത്, നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്താൻ പറ്റുമോ, മൊത്തം സൗകര്യം എല്ലാം നോക്കിയിട്ട് എവിടെയാണോ കൺവീനിയൻറ്റ് അവിടെ നിൽക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസിയിൽ തോന്നുന്നത്. എൻ്റെ വീട്ടിലാണെങ്കിൽ ഇപ്പോൾ അച്ഛനും എൻ്റെ അമ്മയും മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെയാണെങ്കിൽ എല്ലാവരും ഉണ്ട്. നമുക്ക് പെട്ടെന്ന് വായന സൗകര്യമുണ്ട്, ഹോസ്പിറ്റൽ ഇവിടെ അടുത്താണ്. അപ്പോൾ എല്ലാം കൊണ്ടും സൗകര്യം ഇവിടെയാണ്. വാവേനെ നോക്കാനാണെങ്കിലും എല്ലാം അവിടെ ആകുമ്പോൾ അവർ രണ്ടാളും മാത്രമല്ലേ ഉള്ളൂ. നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് എത്താനും എല്ലാം ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും. അതുകൊണ്ട് എനിക്ക് ഇവിടെ തന്നെയാണ് കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയത്. പിന്നെ അച്ഛനും എൻ്റെ അമ്മയും ഇടയ്ക്ക് വരുന്നുണ്ട്, വാവേനെ കാണുന്നുണ്ട്. അങ്ങനെ അതുകൊണ്ട് ഡെലിവറി കെയറിനായിട്ട് അവിടെ പോകണമെന്ന് തോന്നിയിട്ടില്ല. ബിക്കോസ് എനിക്ക് ഇവിടെ നല്ല കെയർ കിട്ടുന്നത് കൊണ്ടായിരിക്കും ചിലപ്പോൾ. അടുത്തത് സിന്ദൂര നായറും ചോദിച്ചിട്ടുണ്ട്, നിച്ചു എന്തിനാ കണ്ണട വെക്കുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അഞ്ജു പത്മനാഭൻ ചോദിച്ചിട്ടുണ്ട്, ഹായ് ചേച്ചി, സുഖല്ലേ? പ്രത്യേകിച്ചൊന്നും ചോദിക്കാനില്ല, കുറേ ആയല്ലോ വീഡിയോ ഇടാതെ. ഡെലിവറിക്ക് ശേഷം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമെന്ന് അറിയാം, എന്നാലും ഡെയിലി വീഡിയോ വന്നോ നോക്കാറുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അഞ്ജു നമ്മളെ പഴയ മുന്നേ ഉള്ള സബ്സ്ക്രൈബറാണ്. ഓക്കെ അഞ്ജു, ഇപ്പം കുറച്ച് വീഡിയോസ് ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. സോനു ചോദിച്ചിട്ടുണ്ട്, ഹോബി എന്താന്ന്. ഹോബി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം പ്രത്യേകിച്ചൊരു ഹോബിയൊന്നും പറയാനില്ല. ഹോബി ചെയ്യാൻ, നമ്മുടെ ഹോബിക്ക് പിറകെ പോകാൻ ഇപ്പം സമയമില്ല എന്നുള്ളതാണ് സത്യം. ഹോബി മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാട്ട് കേൾക്കും, പാട്ട് കുറച്ച് അത്യാവശ്യം പാടും, ഡാൻസ് ഇഷ്ടമാണ്. പുതിയ വീഡിയോസൊക്കെ വരുമ്പം അതിനനുസരിച്ച് ഡാൻസിൻ്റെ വീഡിയോസൊക്കെ എടുക്കലില്ലേ. പിന്നെ വ്ളോഗ് ചെയ്യുക, അതൊക്കെയാണ് ഹോബി. ഇപ്പം പിന്നെ അതിനൊന്നും സമയം കിട്ടുന്നില്ല, മക്കളെ പിന്നാലെ ആയതുകൊണ്ട്. ഇപ്പം വ്ളോഗ് ചെയ്യാം, പിന്നെ പാട്ട് അത്യാവശ്യം കേൾക്കും. അധികം കേൾക്കലൊന്നുമില്ല കേട്ടോ. ഞാനൊരു പാട്ട് നല്ലൊരു ലിസണർ അല്ല, പാടുന്നേ ഉള്ളൂ അത്യാവശ്യം. പിന്നെ പിള്ളേരെ കാര്യമെല്ലാം നോക്കുക, അതുതന്നെയാണ് ഇപ്പോഴത്തെ മെയിൻ ഹോബി. നമിത പി പറഞ്ഞിട്ടുണ്ട്, ഒന്നും ചോദിക്കാനില്ലേ, ചേച്ചിയെക്കുറിച്ച് എല്ലാം അറിയാം. ഇപ്പോൾ വീഡിയോ ഇടുന്നത് കുറവാണ്, എന്തോ പറ്റിയെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് കുറച്ച് നാൾ മുന്നേ യാമി ഒന്ന് സെറ്റ് ആവാനുള്ള ഒരു സമയം ഉണ്ടല്ലോ. പിന്നെ ഇപ്പം പ്രത്യേകിച്ചൊന്നും എടുക്കാനും അങ്ങനെ പറ്റുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഇടുന്നത് കുറവ്. അടുത്ത ക്വസ്റ്റ്യൻ, തക്കുടു വീട്ടിൽ നിന്ന് മാറിയപ്പോൾ എന്തായിരുന്നു അമ്മയുടെയും രജനിയുടെയും റിയാക്ഷൻ? പക്ഷേ ഈ ഒരു ചോദ്യം തക്കുടു വീട്ടിൽ നിന്ന് മാറി വേറെ വീട്ടിൽ താമസാക്കി അങ്ങനെയല്ലല്ലോ. അവർ ജോലിക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് എറണാകുളത്തേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ ആ ജോലി മതിയാക്കി അവർ തിരിച്ച് നമ്മളെ അടുത്തേക്ക് തന്നെയാണ് വരിക. അതുകൊണ്ട് വീട്ടിൽ നിന്ന് മാറിയെന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റൂല. അവരുടെ ജോലി, അവരുടെ പാഷൻ, രണ്ടാൾക്കും എറണാകുളത്ത് കുറച്ച് നാൾ വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് അവർ രണ്ടാളും കൂടെ പോയതാണ്. ഇനി അവിടെ മതിയാക്കി നമ്മുടെ നാട്ടിൽ തന്നെ ജോലി ചെയ്യണം എന്ന് തോന്നിയാൽ തിരിച്ച് നമ്മളെ വീട്ടിലേക്ക് തന്നെയാണല്ലോ വരിക. അപ്പോൾ പോയ സമയത്ത് എന്താണെന്ന് വെച്ചാൽ എന്തായാലും നമ്മളെല്ലാവരും കുറേ ആൾ നിന്ന് വീട്ടിൽ നിന്ന് പെട്ടെന്ന് ആൾക്കാർ കുറയുമ്പം എന്തായാലും സങ്കടം ഉണ്ടാവും. അതായിരിക്കായാലും അമ്മക്കായാലും എനക്കായാലും നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കായാലും സങ്കടം ഉണ്ടായി. പക്ഷെ അത് പോകാൻ പാടില്ല, പോവല്ല എന്ന് പറയാനുള്ള വോയിസ് നമുക്കില്ല. എന്നുവെച്ചാൽ അവർക്ക് അവരുടേതായ ഒരു പാഷൻ ഉണ്ട്, ആ ജോലി അവിടെ നിന്ന് ചെയ്യണം എന്ന് അവരുടെ ആഗ്രഹമാണ്. അപ്പം എന്തായാലും ചെയ്തേ പറ്റൂ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്, നമ്മൾ കേരളത്തിൽ തന്നെ ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വരുന്നല്ലുണ്ടല്ലോ. ഇപ്പം 2 വർഷമായി, അപ്പോൾ നമുക്ക് കുറച്ചൊന്ന് ശീലമായി. അന്നേരം ഒരു 2-3 ആഴ്ച കൂടുമ്പോൾ അങ്ങനെ വന്ന് കാണുന്നുണ്ട് എന്നുള്ള ഒരു സമാധാനം. അടുത്തത് അനൂസ് എന്നുള്ള ഒരു അക്കൗണ്ട് ചോദിച്ചിട്ടുണ്ട്, ആഫ്റ്റർ 2 kids കൂടുതൽ മിസ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. 2 മക്കളായതിനു ശേഷം കൂടുതൽ മിസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ
എനിക്ക് തോന്നുന്നു നമ്മൾ പുറത്ത് പോകുന്നത്, അല്ലെങ്കിൽ ഞാനും ഏട്ടനും കല്യാണത്തിന് മുന്നേ ആണെങ്കിൽ ഞാനും ഏട്ടനും ഇടയ്ക്കിടയ്ക്കേ പുറത്ത് പോകും. എല്ലാ സിനിമയും കാണും, ഒരു സിനിമയും മിസ്സാക്കലില്ല. നിച്ചൂട്ടി വന്ന ശേഷം, നിച്ചൂട്ടി കുറച്ച് വലുതായതിനു ശേഷം ഇടയ്ക്കിടയ്ക്ക് ഔട്ടിങ്ങിന് പോകും. ഫിലിമിന് നിച്ചൂട്ടിനെയും കൊണ്ടുപോയിട്ടില്ലെങ്കിൽ ലാസ്റ്റിലെല്ലാം ആകുമ്പോൾ നമ്മൾ മാത്രമായിട്ട് പോവാറുണ്ട്. അപ്പോൾ അതൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. പുറത്ത് പോകാനൊന്നും പറ്റുന്നില്ല, ഔട്ടിങ്ങിനും അതുപോലെ ഫിലിം കാണാൻ പറ്റുന്നില്ല. മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ഞാനും ഏട്ടനും കൂടിയുള്ള ആ ഒരു സമയം നമ്മൾ കുറേ നേരം സംസാരിച്ചിരിക്കും. എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏട്ടൻ തന്നെയാണ്, ഹസ്ബൻഡ് തന്നെയാണ്. എല്ലാ കാര്യവും ഞാൻ A to Z ഒന്നുപോലെ വിടാണ്ട് പറയുന്നത് ഏട്ടനോടാണ്. ഒരു ഫ്രണ്ടിനെ പോലെ, നമ്മൾ ഫ്രണ്ട്സ് ആണല്ലോ ഓൾറെഡി, മുന്നേ കോളേജിലൊപ്പരം പഠിച്ചല്ലേ. അതുകൊണ്ട് അന്ന് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇപ്പോഴും, എല്ലാം പറയും. പക്ഷെ ഇപ്പം നമുക്ക് തീരെ സമയം കിട്ടുന്നില്ല. രണ്ടാളെ കാര്യം നോക്കി ഏട്ടനും ഫുള്ളി ഇൻവോൾവ് ആവുന്നുണ്ട് കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഏട്ടൻ്റെ ജോലി, എൻ്റെ ജോലി എല്ലാം കൂടെ കഴിയുമ്പോഴേക്കും നമ്മുടെ ഒരു ക്വാളിറ്റി ടൈം മിസ് ചെയ്യുന്നുണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത്. അടുത്തതായിട്ട് അർപ്പിത ചോദിച്ചിട്ടുണ്ട്, യാമിയെ വളർത്തുമ്പോൾ നിച്ചുവിൽ നിന്ന് വിപരീതമായി വരുത്താൻ പോകുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് യാമീനെ നിച്ചുവെന്ന് മാറ്റായി വരുത്താൻ പോകുന്നത്, നമ്മൾ ഫസ്റ്റ് ബേബി എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ഒരു എക്സ്പെരിമെൻ്റൽ ബേബി ആയിരിക്കും അല്ലേ. നമുക്ക് ഒരു വലിയ ഐഡിയ ഒന്നും ഉണ്ടാവില്ല എങ്ങനെ വളർത്തണം അങ്ങനെയൊക്കെ ഉള്ളത്. പക്ഷെ സെക്കൻഡ് ബേബി എന്ന് പറയുന്നത് അവിടെ പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഈ സെക്കൻഡ് ബേബിയിലായിരിക്കും. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ നിച്ചുവിനെ ഒരു കാര്യം ചെയ്തിട്ട് അപ്പോൾ സക്സസ് ആയിട്ടുണ്ടെങ്കിൽ അതന്നെ യാമിയിലും ചെയ്യണം. അല്ലെങ്കിൽ നിച്ചുവിന് ഒരു കാര്യം ചെയ്താൽ അപ്പോൾ സക്സസ് ആയിട്ടില്ല, അപ്പം യാമിക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ പഠിക്കുമല്ലോ, അതെല്ലാവർക്കും നമുക്ക് തോന്നുന്നു രണ്ടാമത്തെ ബേബി ആകുമ്പോൾ കുറച്ചും കൂടെ കാര്യങ്ങൾ കൂടുതൽ പഠിക്കും. പിന്നെ നിച്ചുവിനെ നമ്മൾ ഫസ്റ്റ് ബേബി എന്ന് പറഞ്ഞിട്ട് ഓമനിച്ച് വീട്ടിലും എല്ലാവരും ഇതാക്കി ഭയങ്കരമായിട്ട് ഇങ്ങനെ റിസേർവ്ഡ് ആയി നിച്ചു. കുറേ ഒറ്റക്കൊന്നും ചെയ്യാൻ, ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് നടക്കാൻ, ഓടാൻ, ചാടാൻ അതൊക്കെ കുറച്ച് വൈകി മീൻസ് ഒരു പേടി ഉണ്ടായിന്. നമ്മൾ പ്രത്യേകിച്ച് അമ്മയെല്ലാം നമുക്ക് അറിയാമല്ലോ, നിങ്ങൾക്ക് അമ്മേൻ്റെ സ്വഭാവം ഇങ്ങനെ എല്ലാം ടെൻഷനും പേടിയെല്ലാം ആയിട്ട് മെല്ലെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആക്കുന്നതുകൊണ്ട് നിച്ചുവിന് കുറച്ചൊരു ഇതായിന്, സമയമെടുത്തിന്. അപ്പോൾ യാമീനെ ഒന്ന് ഫ്രീ ആയിട്ട് വിടണം, അങ്ങനെ ഒരു ചിന്തയുണ്ട്. ഫ്രീ ഇൻ ദ സെൻസ് നമ്മൾ വെറുതെ അങ്ങ് അഴിച്ചു വിടുക അങ്ങനെയല്ല കേട്ടോ. ഒന്ന് കുറച്ചും കൂടെ ഒന്ന് ആക്റ്റീവ് ആക്കണം, അങ്ങനെ ആക്കി നോക്കണം. പിന്നെ ഫുഡ് കഴിക്കുന്നതെല്ലാം, നിച്ചുട്ടിക്ക് ഫുഡെല്ലാം ഞാൻ എടുത്ത് വാരിക്കൊടുത്ത്, നമ്മൾ ഓമനിച്ച് തലവലിച്ച് വാരിക്കൊടുത്ത് അത് കുറച്ച് കഴിയുമ്പോഴേക്കും ഒറ്റയ്ക്ക് കഴിക്കാൻ കുറച്ച് മടിയാണ്. അതൊക്കെ ഒന്ന് മാറ്റം വരുത്തണം. അങ്ങനെയൊക്കെ ആഗ്രഹമുണ്ട്, എന്താ നടക്കുമെന്ന് ദൈവത്തിനറിയാം. അടുത്തത് ശ്രീകല എന്ന് പറയുന്നത് ചേച്ചി ചോദിച്ചിട്ടുണ്ട്, എടുത്തിട്ടുള്ള ഡിസിഷൻസിൽ ഏറ്റവും ബെസ്റ്റായിട്ട് എപ്പോഴും തോന്നുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. എനിക്കൊന്ന് എടുത്തിട്ടുള്ള ഡിസിഷൻസിൽ എപ്പോഴും ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നുന്നത് എൻ്റെ മാരേജ് ഡിസിഷൻ തന്നെയാണ്. ഞാൻ ഏട്ടനെ കല്യാണം കഴിക്കുക, ഓക്കെ നമുക്ക് ലൈഫ് ലോങ് നമുക്ക് കൂടെ ഉണ്ടാവാം എന്ന് ഉറപ്പിച്ച ആ ഒരു തീരുമാനം തന്നെയാണ് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത്രയും ഹാപ്പി ആയിട്ടിരിക്കുന്നത്. എനിക്ക് മക്കളെ കിട്ടി, ഇങ്ങനൊരു ഫാമിലിനെ കിട്ടി, അതുകൊണ്ട് എല്ലാം ആ ഒരു ഡിസിഷൻ കാരണമാണല്ലോ. അതുകൊണ്ട് എൻ്റെ മാരേജ് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ ലൈഫിൽ എടുത്തിട്ടുള്ളതായിട്ട് തോന്നിയിട്ടുള്ളത്. അടുത്തത് മായ, സീക്രട്ട് ബിഹൈൻഡ് ദ എഫെക്ഷൻ വിത്ത് യുവർ ഇൻലോസുമായിട്ട് ഇത്രയും എഫെക്ഷൻ ഉണ്ടാവാനുള്ള സീക്രട്ട് എന്താണെന്ന് മായ ചോദിച്ചിട്ടുണ്ട്. അതിന് പ്രത്യേകിച്ച് സീക്രട്ട് ഒന്നുമില്ല, സ്നേഹം തന്നെയാണ് സീക്രട്ട്. അതിൻ്റെ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന സ്നേഹം നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു കിട്ടുന്നത്, അല്ലെങ്കിൽ അവരിങ്ങോട്ട് തരുന്ന സ്നേഹം ഞാൻ അങ്ങോട്ട് തിരിച്ചു കൊടുക്കുന്നത്, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഒരു എന്താണ്, എൻ്റെ സ്വന്തം അച്ഛനും അമ്മയായിട്ടാണ് ഞാൻ കാണുന്നത്, അതുപോലെ തന്നെ അവരുടെ സ്വന്തം മോളായിട്ടാണ് അവരും കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് അതന്നെയാണ് അതിൻ്റെ സീക്രട്ട് എന്ന് പറയുന്നത്. ആ ഒരു സ്നേഹം ഉള്ളതോടത്തോളം കാലം അങ്ങനെ ഹാപ്പി ആയിട്ട് അങ്ങനെ പോകും. അടുത്തത് ഷിഹാന ചോദിച്ചിട്ടുണ്ട്, ചേച്ചിയുടെ ലൈഫ് ചേച്ചി ആഗ്രഹിച്ച പോലെയാണോ പോകുന്നത്? എൻ്റെ ഒന്നും അങ്ങനെയല്ല, അതാട്ടോ ചോദിച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആഗ്രഹിച്ച പോലെയാണോ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ലൈഫിനെ പറ്റിയിട്ട് ഭയങ്കരമായിട്ട് എക്സ്പെക്റ്റേഷൻസ് ഒന്നുമില്ല കേട്ടോ. എൻ്റെ ലൈഫ് അങ്ങനെ ആയിരിക്കണം, എനിക്ക് ഇത്ര വയസ്സാകുമ്പോഴേക്കും എനിക്ക് അത്ര പൈസ ഉണ്ടാവണം, എനിക്ക് അവിടെ പോകണം, അത് കാണണം, അടിച്ചു പൊളിക്കണം, അങ്ങനെ ഒരു എക്സ്പെക്റ്റേഷൻസ് തീരെ ഇല്ല കേട്ടോ. ഹാപ്പി ആയിട്ട് അസുഖങ്ങളൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ പോവുക, അങ്ങനെ മാത്രമേ ആഗ്രഹമുള്ളൂ. അതുകൊണ്ട് വേണമെങ്കിൽ എനിക്ക് പറയാം, ഞാൻ ആഗ്രഹിച്ച പോലെ ഹാപ്പി ആയിട്ട് തന്നെയാണ് പോകുന്നത്. പിന്നെ അതൊക്കെ നമ്മൾ വെക്കുന്ന ഒരു ലിമിറ്റ് പോലെയാണ്. നമ്മൾ ഭയങ്കരമായിട്ട് ലക്ഷറി ലൈഫൊക്കെ ആഗ്രഹിച്ചത് കിട്ടാണ്ടിരിക്കുമ്പോഴല്ലേ നമ്മൾ അങ്ങനെ എല്ലാം തോന്നുക. ഇത് എന്തർത്ഥത്തിലാണെന്ന് ചോദിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈഫ് തീരെ ഒന്നും സാറ്റിസ്ഫൈഡ് അല്ലാത്ത രീതിക്കായിരിക്കും, അതുകൊണ്ടായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. എനിക്ക് വലിയ കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി, അതന്നെയാണ് ആഗ്രഹം. അടുത്തത് വർഷ വിജിൽ ചോദിച്ചിട്ടുണ്ട്, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ബേബി തമ്മിൽ എത്ര ഏജ് ഗ്യാപ്പ് വേണം ഇൻ യുവർ ഒപ്പീനിയൻ?
അത് ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ബേബി തമ്മിൽ ഒരു 3 years മിനിമം ഗ്യാപ്പ് വേണമെന്നാണ് ആഗ്രഹം. നിച്ചുട്ടിയും യാമിയും തമ്മിൽ ഇപ്പോൾ 4 yearsൻ്റെ ഗ്യാപ്പ് ഉണ്ട്. അതായത് നമ്മൾ വിചാരിച്ചത് നിച്ചുട്ടിക്ക് 3 years കഴിഞ്ഞിട്ട് പ്രഗ്നൻസി പ്ലാനിങ്, സെക്കൻഡ് പ്രഗ്നൻസി മതി, അങ്ങനെയാണ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെയായിരുന്നു. അപ്പം വാവ വരുമ്പോഴേക്ക് ഒരു 4 yearsൻ്റെ ഗ്യാപ്പ് വന്നു. എൻ്റെ ഒപ്പീനിയനും അത് തന്നെയാണ്. മിനിമം 3 years, 3 to 4 years വരെ ഉള്ള ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അത് ബെസ്റ്റ് ആയിരിക്കും. ബിക്കോസ് നമുക്ക് ആദ്യത്തെ വാവേനെ അത്രയും കെയർ ചെയ്യാനുള്ള സമയവും കിട്ടും. നമ്മുടെ ഫുള്ള് ലവ് ആൻഡ് കെയർ ആ സമയത്ത് ഒരു 3 വയസ്സ് വരെ എന്തായാലും കുട്ടികൾക്ക് വേണമല്ലോ. അപ്പോൾ മൊത്തം കെയർ അവർക്ക് കൊടുക്കാൻ പറ്റും. അതിനിടയിൽ ഒരു 2 വയസ്സൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ കാരണം അത്രയും വാവേനെ നമുക്ക് ശ്രദ്ധിക്കാനോ ഓമനിക്കാനോ ഒന്നും പറ്റൂല. അപ്പോൾ അവർക്ക് കിട്ടേണ്ട കെയറും ആ ഒരു സ്നേഹമൊക്കെ കുറയും. അപ്പോൾ അതുകൊണ്ട് ഒരു 3 to 4 years കഴിഞ്ഞിട്ട് നോക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ നമ്മൾക്കും ഫിസിക്കലി ഒന്ന് സെറ്റ് ആവാനുള്ള സമയം കിട്ടും. സിന്ധു നന്ദൻ ചോദിച്ചിട്ടുണ്ട്, വീഡിയോ എന്താ ഇടാത്തെ, നിച്ചു എന്തിനാ കണ്ണട വെക്കുന്നത്? ഞാൻ പറഞ്ഞു രണ്ടിനും ഉത്തരം. എന്താണ് പേര്? താരിഖ് KP, പേര് മനസ്സിലായിട്ടില്ല. അങ്ങനെ ഒരു അക്കൗണ്ടും ചോദിച്ചിട്ടുണ്ട്. മോൾക്ക് ഡയപ്പർ നൈറ്റ് മാത്രമാണോ യൂസ് ആക്കുന്നതെന്ന്? ഇപ്പം അല്ല കേട്ടോ. ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് യാമിക്കുട്ടിക്ക് ഫുള്ള് നമ്മൾ ഡയപ്പറിൽ തന്നെയാണ് എല്ലാ ഡേയിലും നൈറ്റിലും യൂസ് ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് ഫുൾ കുപ്പായ, ഫുൾ ഡ്രസ്സാണല്ലോ ഇട്ട് കൊടുക്കുന്നത്, റോംബേഴ്സ് ആണല്ലോ. അതുകൊണ്ട് എന്തായാലും ഡയപ്പർ ഇട്ട് കൊടുക്കാണ്ടിരുന്നാൽ അത് പെട്ടെന്ന് മൂത്രമൊഴിക്കുമ്പോൾ മാറ്റേണ്ടി വരില്ലേ. അതുകൊണ്ട് ഇപ്പം ഫുള്ള് മഴയായതുകൊണ്ട് ഫുള്ള് യൂസ് ചെയ്യുന്നുണ്ട് ഡേ ആൻഡ് നൈറ്റ്. അശോക് വേൾഡ്, ഹായ് രചന, നമസ്കാരം. കുറേ നാളായി അശോകേട്ടനെ കണ്ടിട്ട്. നമ്മുടെ പണ്ടത്തെ സ്ഥിരം വീഡിയോസിൽ കമൻറ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ കുറേ കാലമായി കാണാത്ത ഇതാ ഇപ്പോൾ വീണ്ടും ഒരു Q&Aയിൽ ഒരു പോസ്റ്റ് ഇത് കണ്ടിട്ടുണ്ട്. സുഖാന്ന് വിശ്വസിക്കുന്ന, സുഖല്ലേ? എത്ര നാളും എവിടെ പോയി, നമ്മളെല്ലാവരും മിസ് ചെയ്തു. ശരിക്കും കുറേ ലോങ് ആയിട്ടുള്ള ആ കമൻ്റെല്ലാം മിസ് ചെയ്തു. അതുപോലെ തന്നെ സോണിയയും ചോദിച്ചിട്ടുണ്ട്, ഫുൾ ടൈം മോൾക്ക് ഡയപ്പർ യൂസ് ചെയ്യാറുണ്ടോ എന്ന്. ഞാൻ പറഞ്ഞല്ലോ. മിൻഷിന ഫാത്തിമ ചോദിച്ചിട്ടുണ്ട്, ഹായ് രചന ചേച്ചി, നിച്ചൂട്ടീൻ്റെ സ്റ്റഡീസൊക്കെ മോളെ വെച്ച് എങ്ങനെ നോക്കുന്നു ചേച്ചി? പൊന്നു മാളു വരാറില്ലേന്ന് ചോദിച്ചിട്ടുണ്ട്. നിച്ചൂട്ടിൻ്റെ സ്റ്റഡീസ് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ നിച്ചൂട്ടിനെ എങ്ങനെയാണ് പഠിപ്പിക്കുന്നതെന്നൊക്കെ ഉള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് നോക്കുമ്പോൾ മനസ്സിലാവും. പിന്നെ ഇവിടെ എല്ലാവരും ഉണ്ടല്ലോ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിച്ചൂട്ടിനെ പഠിപ്പിക്കുന്ന സമയത്ത് അച്ഛൻ്റെയോ അമ്മേൻ്റെയോ ഏട്ടൻ്റെ കയ്യിലൊക്കെ ആയിരിക്കും യാമിക്കുട്ടി, അങ്ങനെ പഠിപ്പിക്കും. പിന്നെ പൊന്നു മാള് വരലുണ്ട് കേട്ടോ. നിൽക്കാൻ വന്നിട്ട് കുറേ ആയി. ഇതിനിടയിൽ പെട്ടെന്ന് വന്നിട്ട് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം. അപ്പോൾ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങൾ വീഡിയോയിൽ കാണാത്ത കുറേ നാളായിട്ടുണ്ടാവും. പുണ്യ ബാലു ചോദിച്ചിട്ടുണ്ട്, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഡെലിവറി തമ്മിലുള്ള ഡിഫറൻസ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ സെക്കൻഡ് ഡെലിവറി ടൈമിൽ എങ്ങനെയാണ് വെയിറ്റ് കൂടാതെ നോക്കിയത്, എനി ടിപ്സ് ഫോർ ദിസ്? അത് വേറെ ആരല്ലോ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എങ്ങനെയാണ് വെയിറ്റ് കൂടാതെ ഡെലിവറി സമയത്തും അതുപോലെ ആഫ്റ്റർ ഡെലിവറിയും പ്രഗ്നൻസിയിലും എങ്ങനെയാണ് വെയിറ്റ് കൂടാതെ മെയിൻറ്റെയിൻ ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താണ് ഫസ്റ്റ് എന്താ ചോദിച്ചത്? തമ്മിലുള്ള ഡിഫറൻസ് ഞാൻ ഡെലിവറി വീഡിയോ ഇട്ടിട്ടില്ലേ, അത് കണ്ടാൽ അറിയാം എന്തൊക്കെയായിരുന്നു ഡിഫറൻസ് ഉണ്ടായിരുന്നത്. അത് ഞാൻ വീണ്ടും പറയുന്നില്ല. അതുപോലെ തന്നെ വെയിറ്റ് കൂടാതെ നോക്കിയതെന്ന് പറഞ്ഞാൽ ഞാൻ വാരി വലിച്ച് ആവശ്യമില്ലാണ്ട് വെറുതെ ഫുഡ് കഴിച്ചിട്ടില്ല. ആവശ്യത്തിന് മാത്രം വൈറ്റമിൻസും മിനറൽസ് എല്ലാം നോക്കി അങ്ങനെ മാത്രമേ ഫുഡ് പ്രഗ്നൻസിയിലായാലും ഡെലിവറിയിലായാലും കഴിച്ചിട്ടുള്ളൂ, ആഫ്റ്റർ ഡെലിവറി ആയാലും. അതുകൊണ്ടാണ് തടി കൂടാതെ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നമ്മൾ ഡെലിവറി കഴിഞ്ഞു അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആയി 2 പേർക്കുള്ള ഭക്ഷണം കഴിക്കണം. അതുപോലെ ഇത് കഴിഞ്ഞാൽ പാല് കിട്ടണമെങ്കിൽ നമ്മൾ കുറേ ചോറ് വാരി തിന്നണം. അങ്ങനെയൊക്കെയാണ് പണ്ടത്തെ തോട്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞ് നമ്മൾ ആയുർവേദ മരുന്നും അതൊക്കെ കുറേ കഴിച്ചാലാണ് നമ്മൾ നല്ലോണം തടിക്കുക. അതൊന്നും നോക്കിയിട്ടില്ല. പിന്നെ അങ്ങനെ കഴിച്ചാലേ വാവക്ക് പാലുണ്ടാവൂ, അല്ലെങ്കിൽ നമ്മൾ തടിയുണ്ടെങ്കിലേ വാവക്ക് പാലുണ്ടാവും എന്നുള്ള ഒരു തെറ്റിദ്ധാരണ എല്ലാവർക്കും ഉണ്ട്. എൻ്റെ 2 ഡെലിവറി കഴിഞ്ഞിട്ടും ഞാൻ തീരെ തടിച്ചിട്ടില്ല, അധികം തടിയൊന്നും വന്നിട്ടില്ല. പക്ഷെ ഞാൻ പ്രൗഡായിട്ട് പറയുകയാണ്, എൻ്റെ നിച്ചുട്ടിക്ക് ഞാൻ 3 വയസ്സിനടുത്തോളം പാല് കൊടുത്തിട്ടുണ്ട്. അതുപോലെ യാമിക്കും ഇപ്പോൾ ഫോർമുല മിൽക്കൊന്നും കൊടുക്കുന്നില്ല. അപ്പം ഞാനൊരു എക്സാമ്പിളായിട്ട് പറയുകയാണ്, നമ്മൾ തടി വെച്ചതുകൊണ്ട് മാത്രമേ നമുക്ക് ബ്രസ്റ്റ് മിൽക്ക് ഉണ്ടാവുള്ളൂ അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ല. നമ്മുടെ ആവശ്യത്തിനുള്ള ഫുഡ് മാത്രം കഴിച്ചാൽ മതി. അടുത്തത് ഇയാ ബിലിമിൻഹോ, ആ അക്കൗണ്ട് പേര് വായിക്കാൻ കിട്ടുന്നില്ലേ, അവിടെ നിന്ന് ചോദിച്ചിട്ടുണ്ട്, 2 കിഡ്സ് തമ്മിൽ ഏജ് ഗ്യാപ്പ് എത്ര വേണമെന്നാണ് ചേച്ചിയുടെ ഒപ്പീനിയൻ? ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഹരിത മഹീന്ദ്രൻ ചോദിച്ചിട്ടുണ്ട്, ഫോർമുല ഫീഡിങ് ചെയ്യുന്നുണ്ടോയെന്ന്. ഇല്ല, ചെയ്യുന്നില്ല കേട്ടോ. അടുത്തത്, ഹായ് രചന, എല്ലാവരും സുഖമായിരിക്കുന്നു. നെക്സ്റ്റ് ബേബി പ്ലാൻ ഉണ്ടോ? ഡെലിവറി കഴിഞ്ഞിട്ട് എന്താ വീട്ടിൽ പോവാത്തെ? ഒരു ബേബി ഇപ്പോൾ വന്നതല്ലേ ഉള്ളൂ, അപ്പോഴേക്ക് വീണ്ടും നെക്സ്റ്റ് ബേബി പ്ലാനിനെ പറ്റിയിട്ട് ചോദിക്കുന്നത്. അപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ട് എന്താ വീട്ടിൽ പോവാതെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അടുത്തത് ഹിരൺ ദേവ് എന്നുള്ളൊരു അക്കൗണ്ടിൽ നിന്നാണ്.
ഹായ് രചന, സുഖല്ലേ? ഇത്രയും നല്ല അച്ഛനെയും അമ്മയും കിട്ടിയത് രചനയുടെ ഭാഗ്യം. എല്ലാവരെയും ഒരുപാട് ഇഷ്ടമാണ്. ഇപ്പോൾ രചനക്ക് ബുദ്ധിമുട്ടൊക്കെ ശരിയായില്ലേന്ന് ചോദിച്ചിട്ടുണ്ട്. ഇപ്പം കുഴപ്പമൊന്നുമില്ല കേട്ടോ, ദൈവം സഹായിച്ചെല്ലാം ഓക്കെ ആയിട്ട് ഓൾമോസ്റ്റ് ഓക്കെ ആയി ഒന്ന് ട്രാക്കിലേക്ക് വന്ന് പോകുന്നുണ്ട്. അടുത്ത ചോദ്യം, തണുപ്പ് കാലത്ത് മോളെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്നേ അസുഖമൊന്നും വരാതെ എന്ന് കാവ്യ ക്രിയേഷൻസ് കുഞ്ചൂസ് നെസ്റ്റ് എന്നുള്ള ഒരു അക്കൗണ്ട് ചോദിച്ചിട്ടുണ്ട്. അസുഖമൊന്നും വരാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂക്കടപ്പൊക്കെ വന്നു കേട്ടോ, യാമിക്കുട്ടിക്ക് വന്നിട്ടുണ്ട്. മെയിനായിട്ട് നമ്മൾ ഡ്രസ്സ് ഫുൾ കവർ ചെയ്ത ഡ്രസ്സ് തന്നെയാണ് എന്നിട്ട് എപ്പോഴും ഇട്ട് കൊടുക്കുന്ന ഡേ ആൻഡ് നൈറ്റ് ഫുള്ള് കാലും കൈയും എല്ലാം കവർ ചെയ്തത്. ഇപ്പോൾ കൈ കവർ ചെയ്യാൻ പറ്റുന്നില്ല, വായിലിട്ടിട്ട് ഇങ്ങനെ ചപ്പാൻ വേണ്ടി തുടങ്ങിയല്ലോ, അതുകൊണ്ട് കൈ കവർ ചെയ്ത് വെക്കാൻ പറ്റുന്നില്ല. ബാക്കിയെല്ലാം കവർ ചെയ്ത ഫുൾ ഡ്രസ്സ് മാത്രമാണ് എപ്പോഴും ഇട്ട് കൊടുക്കുന്നത്. വേറെ കാര്യമായിട്ടൊന്നും ചെയ്യുന്നൊന്നുമില്ല, അങ്ങനെ തന്നെ നോക്കുന്നത്. അടുത്തത് ഫാത്തിമ ചോദിച്ചതാണ്, 2 ഡെലിവറി ടൈമിൽ ഉണ്ടായിട്ടുള്ള പോസ്റ്റ്മോർട്ടം സ്റ്റേജുകൾ തമ്മിലുള്ള ഡിഫറൻസ് പറയാമോ എന്ന്. ഞാൻ ഡെലിവറി സ്റ്റോറീൻ്റെ സമയത്ത് പറഞ്ഞു, എനിക്ക് ആഫ്റ്റർ ഡെലിവറി ഉണ്ടായ ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് പ്രഗ്നൻസി ഡെലിവറി കഴിഞ്ഞിട്ട് ഞാൻ ഭയങ്കര ഓക്കെ ആണ്, ഒരു കുഴപ്പമില്ലാണ്ട് പോയി. സെക്കൻഡ് ഡെലിവറി കഴിഞ്ഞിട്ടാണ് എനിക്ക് പ്രസ്സിൻ്റെ ഇഷ്യൂസൊക്കെ വന്നത്. അത് കഴിഞ്ഞിട്ടുള്ള സമയമെല്ലാം ഓക്കെ, രണ്ടും ഏകദേശം ഒരുപോലെയാണ്, നല്ല രീതിക്ക് തന്നെയാണ് പോകുന്നത്. ആ ഒരു പ്രസ് വന്നത് മാത്രമാണ് ഇപ്രാവശ്യത്തെ ഡെലിവറിയിൽ ആഫ്റ്റർ ഡെലിവറി ഒരു ഏറ്റവും ബാഡ് എക്സ്പീരിയൻസ് ആയിട്ടുള്ളത്. ക്വസ്റ്റ്യൻ ആരാ ചോദിച്ചത്? വർഷ വിജിൽ ചോദിച്ചിട്ടുണ്ട്. 2 ഡെലിവറിയും സിസേറിയൻ അല്ലേനോ? സെക്കൻഡ് ഡെലിവറിക്ക് ആയിരിക്കും കൂടുതൽ പെയിൻ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ശരിയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് ഫസ്റ്റ് ഡെലിവറിക്ക് നോർമൽ സ്പൈനൽ അനസ്തേഷ്യാണ് തന്നിട്ടുണ്ടായത്, സെക്കൻഡ് ഡെലിവറിക്ക് ജനറൽ അനസ്തേഷ്യാണ് തന്നിട്ടുണ്ടായത്. അതുകൊണ്ട് ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞിട്ട് എനിക്ക് പെയിൻ വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം കഴിഞ്ഞാൽ പിന്നെയാണ് പെയിൻ തുടങ്ങിയത്. പിന്നെ നല്ല വേദന വന്നു. ഈ ജനറൽ അനസ്തേഷ്യ തന്നതുകൊണ്ട് എനിക്ക് ബോധം വന്ന സമയം മുതൽ എനിക്ക് ഭയങ്കര വേദനയാണ് ഉണ്ടായത്. അത് വേദന എനിക്ക് തോന്നുന്നു സമയം രണ്ടും നല്ല വേദന ഉണ്ടായിനി. മറ്റേത് സ്പൈനൽ ആയതുകൊണ്ട് എനിക്ക് വേദന വരാൻ കുറച്ച് സമയം എടുത്തിനി. ഞാൻ ഡെലിവറി എല്ലാം കഴിഞ്ഞ് കുറച്ചൊന്ന് ഇതായതിനു ശേഷം വരാൻ തുടങ്ങിയത്. പക്ഷെ ഇത് എനിക്ക് അപ്പം തന്നെ സഹിക്കാൻ പറ്റാത്ത വേദന ഉണ്ടായിനി. പക്ഷെ പെട്ടെന്ന് റിക്കവർ ആയത് ഈ സെക്കൻഡ് ഡെലിവറീൻ്റെ വേദനയാണ്. ആദ്യം തന്നെ വേദന വന്നതുകൊണ്ട് അത് വേഗം തന്നെ മാറുകയും ചെയ്തിന്. എനിക്ക് വേദനേൻ്റെ ഇൻറ്റൻസിറ്റി പെട്ടെന്ന് തന്നെ കുറഞ്ഞിനി. മറ്റേത് എനിക്ക് കുറച്ചും കൂടെ സമയം എടുത്തിനി. എനിക്ക് തോന്നുന്നു സെക്കൻഡ് ഡെലിവറിക്ക് എനിക്ക് അറിയാലോ എത്രത്തോളം വേദന ഉണ്ടാവുമെന്ന്, ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് സെക്കൻഡ് ഡെലിവറിക്ക് കുറച്ചും കൂടെ നമുക്ക് എളുപ്പമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. വയറ് കുറക്കാൻ ഏത് ബെൽറ്റാണ് യൂസ് ചെയ്തതെന്ന് ഷിഫ്ന സിയാസ് ചോദിച്ചിട്ടുണ്ട്. വയറ് കുറക്കാൻ ഫുള്ളായിട്ട് മാറിയിട്ടൊന്നുമില്ല, വയറ് ഇപ്പോഴും ഉണ്ട് അത്രേ കുറച്ചൊക്കെ. പിന്നെ എക്സസൈസൊക്കെ ചെയ്താലേ നമുക്കത് പോവുള്ളൂ. പക്ഷേ എക്സസൈസ് ചെയ്യാനായിട്ടില്ല, CS ആയതുകൊണ്ട് ഒരു 5 months ഒക്കെ കഴിഞ്ഞിട്ടേ നമുക്ക് ചെയ്യാൻ പറ്റൂ. ബെൽറ്റ് ഞാൻ ഒന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്, അതിനൊരു ബെൽറ്റ്, അതാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോയിൽ കാണിച്ചു തരാം. ഇപ്പം കാണിച്ചു തരാൻ എൻ്റെ ഈ ഒരു പരിസരത്ത് അതില്ല, അപ്പുറത്തെങ്ങാനും ഉള്ളത് ഞാനൊരു വീഡിയോയിൽ കാണിച്ചു തരാം. പിന്നെ ആ കെയറിൻ്റെ സമയത്ത്, പോസ്റ്റ്നാറ്റൽ കെയറിൻ്റെ സമയത്ത് ആ ചേച്ചി വയറ് തുണി വെച്ചിട്ട് കെട്ടി തന്നിട്ടുണ്ടായിന്. ലേഖ ചോദിച്ചിട്ടുണ്ട്, ഹായ് ചേച്ചി സുഖല്ലേ? നയോമി സുഖമായിരിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഷഹാന ബർജാസ് ചോദിച്ചിട്ടുണ്ട്, ഹലോ എന്തൊക്കെയാ സുഖല്ലേ? വാക്സിനേഷൻ എടുത്തപ്പോൾ നല്ല പെയിൻ ഉണ്ടായിരുന്നോ നയോമിക്ക് എന്ന് ചോദിച്ചിട്ടുണ്ട്. വാക്സിനേഷൻ എടുത്തപ്പോൾ ഫസ്റ്റ് മീൻസ് ആദ്യത്തത് പ്രസവിച്ച ഉടനെ തന്നെ BCG എടുത്തു, അതല്ല. അടുത്തത് നമ്മൾ പോയിട്ട് എടുത്തതിന് പെയിൻ ഉണ്ടായിന്, പക്ഷെ വേഗം തന്നെ മാറിയത്. ആ പാരസെറ്റമോൾ സിറപ്പ് നമുക്ക് തരുമല്ലോ, ഹോസ്പിറ്റലിൽ നിന്ന് തരൂലേ, അതെന്തായാലും കൊടുക്കണം. അത് പനി ഉണ്ടെങ്കിലും പനി ഇല്ലെങ്കിലും സിസ്റ്റർ പറഞ്ഞ ആ 3 ഡോസ് എന്തായാലും കൊടുക്കണം കേട്ടോ. പാരസെറ്റമോൾ പനിക്ക് മാത്രമല്ല, ആ വേദന ഉണ്ടെങ്കിൽ അത് പോവുകയും ചെയ്യുമല്ലോ. അതുകൊണ്ട് നമ്മൾ പനി ഇല്ലയെന്ന് വെച്ചിട്ട് അത് കൊടുക്കാണ്ടിരുന്നോട്, അത് കൊടുത്തു കഴിഞ്ഞാൽ വേദന കുറയും. യാമിക്ക് ഇഞ്ചക്ഷൻ വെച്ചിട്ട് അന്ന് രാത്രി ആകുമ്പോഴേക്കന്നെ വേദന കുറേയെല്ലാം കുറഞ്ഞ് ഒറ്റക്കന്നെ കാലിലിട്ട് കളിക്കാനെല്ലാം തുടങ്ങി. അടുത്ത ദിവസം ആകുമ്പോൾ വേദന കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ടായിനി. അടുത്തത് me189 എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്നാണേ. ഒരു ഫുൾ ടൈം ജോബിന് പോകണമെന്ന് തോന്നാറുണ്ടോ? ഒരിക്കലും മടുക്കാത്ത പണി എന്താന്ന് ചോദിച്ചിട്ടുണ്ട്. ഫുൾ ടൈം ജോബിന് പോകണമെന്ന് തോന്നിയിട്ടില്ല. ഞാൻ ഈ ജോബ് നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട്, എനിക്കിപ്പോൾ മക്കളെ കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു ജോബ് ഓപ്റ്റ് ചെയ്യണമെന്ന് തോന്നിയിട്ടില്ല. ഒരിക്കലും മടുക്കാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. അങ്ങനെ ഒരു കാര്യം ആർക്കെങ്കിലും ഉണ്ടാവുമോ എന്നറിയില്ല. നമ്മൾ എന്തായാലും കുറേ ചെയ്ത് കഴിഞ്ഞാൽ അത് മടുക്കുമായിരിക്കൂലേ, എനിക്കറിയില്ല. ഇപ്പം ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും മടുക്കാത്ത കാര്യം, അങ്ങനെ ഒരു കാര്യം ഇപ്പം എൻ്റെ മൈൻഡിൽ വരുന്നില്ല. ചിലപ്പോൾ മക്കളെ നോക്കലല്ലായിരിക്കും, അത് നമ്മൾ എന്തായാലും നോക്കണമല്ലോ, അത് മടുക്കൂലായിരിക്കും. വേറെ ഒന്നും അങ്ങനെ പറയാൻ തോന്നുന്നില്ല കേട്ടോ. അടുത്തത് കാവ്യ ക്രിയേഷൻസ് കുഞ്ചൂസ് എന്നുള്ള അക്കൗണ്ടിൽ നിന്ന് വീണ്ടും ചോദിച്ചിട്ടുണ്ട്, ചേച്ചി എങ്ങനെയാണ് C-section കഴിഞ്ഞിട്ട് ബാക്ക് പെയിൻ ഒന്നും ഇല്ലാതെ ഇരിക്കുന്നതെന്ന്. ബാക്ക് പെയിൻ ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാവേനെ കുറേ എടുത്ത് നടക്കുക, വേറെ എന്തെങ്കിലും ഒന്ന് ചെയ്യുക, കുറച്ച് കിടക്കാണ്ടിരുന്ന അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്തായാലും കുറച്ച് ബാക്ക് പെയിൻ ഒക്കെ ഉണ്ട്. അത് രാത്രി ഫുള്ള് റെസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ രാവിലത്തേക്ക് മാറും. അങ്ങനെ രാത്രി വാവ് ഉറങ്ങാത്ത ദിവസങ്ങളിൽ എടുത്ത് നടക്കേണ്ടിയെല്ലാം വരുമ്പോൾ രാവിലത്തേക്ക് കുറച്ച് ബാക്ക് പെയിൻ ഉണ്ടാവും. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ട്. അങ്ങനെ മറ്റേ ഫുൾ ടൈം ബാക്ക് പെയിൻ എന്ന് പറഞ്ഞിട്ട്
അങ്ങനെയില്ല ഇപ്പം കുറച്ച്. പിന്നെ നമ്മൾ പോസ്റ്റ്നാറ്റൽ കെയർ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ആ സമയത്ത് ഒന്നും കൂടെ റിലാക്സ്ഡ് ആയിരുന്നു അങ്ങനെയൊക്കെ. അല്ലാണ്ട് അതിന് വേണ്ടിയിട്ട് ഒന്നും എക്സ്ട്രാ എഫേർട്ടൊന്നും എടുത്തിട്ടൊന്നുമില്ല. അമ്മൂസ് കിച്ചൻ ചോദിച്ചിട്ടുണ്ട്, രണ്ടാമത്തെ പ്രഗ്നൻസിയിൽ ഷുഗർ ഉണ്ടായിരുന്നോന്ന്? ഇല്ല കേട്ടോ, കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അടുത്തത് പ്രദക്ഷിണ പ്രശാന്ത് ചോദിച്ചിട്ടുണ്ട്, വ്ളോഗ് പറ്റുന്ന ദിവസം ഇടാൻ ശ്രമിക്കണം, വീഡിയോ മിസ് ചെയ്യുന്നു. രചന ഹസ്ബൻഡിൻ്റെ ഡിപ്പെൻഡ് ചെയ്ത് എല്ലായിടത്തും പോകുന്നതെല്ലാം ഹസ്ബൻഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. എന്നാൽ ഒറ്റയ്ക്ക് പോകേണ്ട ഒരു സാഹചര്യം വന്നാൽ എന്ത് ചെയ്യും? ദൂരെയുള്ള ഒരു പ്ലേസാണ്. പിന്നെ നിച്ചൂട്ടിക്ക് ക്ലാസ് എങ്ങനെ? അത് അടുത്ത ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നിച്ചൂട്ടി ക്ലാസ് എങ്ങനെ പോകുന്നു? വാവ എങ്ങനെയാ? പിണക്കമെല്ലാം ഉണ്ടാ? 2 മോളായ ശേഷമുള്ള ലൈഫ് എങ്ങനെയുണ്ട്? അതായത് ഫുൾ ടൈം ഏട്ടനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് പോകേണ്ടി വന്നാൽ എന്ത് ചെയ്യുന്നതാണ് ചോദിച്ചത്. അപ്പോൾ പെട്ടെന്ന് പോകേണ്ടി വന്നു കഴിഞ്ഞാൽ എനിക്കറിയില്ല, ചിലപ്പോൾ ഞാൻ പോകുമായിരിക്കും. എനിക്ക് കല്യാണത്തിന് മുന്നേ എല്ലാം എനിക്ക് കുറച്ചും കൂടെ ധൈര്യം ഉണ്ടായിരുന്നു എല്ലായിടത്തും പോകാനും. ഞാൻ 2 വീലർ എടുത്തിട്ട് സാധനം മേടിക്കാനും ഡോക്ടറെ അടുത്ത് പോലും എല്ലാം ഒറ്റയ്ക്ക് തന്നെ ചെയ്യുന്ന ആളാണെന്നുണ്ടായേ. കല്യാണം കഴിഞ്ഞ ശേഷം ഏട്ടൻ്റെ ഒപ്പം തന്നെയാണ് നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ എപ്പോഴും എവിടെ പോകണമെങ്കിലും ഏട്ടൻ്റെ കൂടെ തന്നെയാണ് പോകുന്നത്. പക്ഷെ ഒറ്റയ്ക്ക് പോകേണ്ട ഒരു സാഹചര്യം വന്നാൽ ഞാൻ പോകുമായിരിക്കും. എനിക്കങ്ങനെ വലിയ പേടി ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല, പോവും. പിന്നെ എന്താ ചോദിച്ചേ? നിച്ചൂട്ടിക്ക് ക്ലാസ് എങ്ങനെ പോകുന്നു? ക്ലാസ്സിൽ ഇപ്പോൾ ഹാപ്പി ആയിട്ട് പോകുന്നു. നിച്ചൂട്ടി എൻജോയ് ചെയ്യാൻ തുടങ്ങി സ്കൂളെല്ലാം. പിന്നെ വാവക്ക് പിണക്കമുണ്ടോ? 2 മോളായ ശേഷം ലൈഫ് എങ്ങനെയുണ്ട്? 2 മക്കളായ ശേഷം ലൈഫ് കുറേയും കൂടെ ബിസിയായി. ഇപ്പോൾ ഒന്നിനും സമയമില്ല. ഭയങ്കരമായിട്ട് മക്കൾ അവരെ കാര്യം നോക്കിയിട്ട് അങ്ങനെ പോകുന്നു. നമുക്ക് സ്വന്തമായിട്ട് ഒന്നും ചെയ്യാനോ നമുക്ക് റിലാക്സേഷന് വേണ്ടിയിട്ട് അങ്ങനെ സമയം കിട്ടുന്നില്ല. ഭയങ്കര ബിസി ആയിട്ട് പോകുന്നു. ഇനി യാമിക്കുട്ടിയും കൂടെ കുറച്ച് വലുതായി ഒന്ന് നടക്കാനൊക്കെ തുടങ്ങുമ്പോഴായിരിക്കും നമ്മൾ കുറച്ചെങ്കിലും ഒന്ന് ഫ്രീ ആവുക. അടുത്തത് ദൃശ്യ ചോദിച്ചതാണ്, പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ഉണ്ടോ ചേച്ചിക്ക് എന്ന്. ഈ പോസ്റ്റ്പാർട്ടം ഡിപ്രഷനെ പറ്റിയിട്ട് കുറേ മെസ്സേജസ് എനിക്ക് ഇൻസ്റ്റയിൽ വരലുണ്ട് കേട്ടോ. കുറേ പേര് ചോദിക്കലുണ്ട് അതുണ്ടോ, എനിക്കിങ്ങനെ അങ്ങനെയാണെന്നെല്ലാം പറഞ്ഞിട്ട്. ശരിക്കും പറഞ്ഞാൽ ഞാനൊരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഈ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്നുള്ള കാര്യം നമ്മളത് സിമ്പിളായിട്ട് ഇപ്പം ഇത്രയും ഫെമിലിയർ ആയതുകൊണ്ട് നമ്മൾ ചെറിയ കാര്യത്തിന് പോലും പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത് അതല്ല സംഭവം. അത് ഒരു വലിയ അവസ്ഥയാണ്. ഒരു അസുഖം എന്ന് പറയാൻ നമുക്ക് വേണമെങ്കിൽ. അത് നമുക്കിപ്പോൾ തോന്നുന്ന ഈ മൂഡ് സ്വിങ്സും കാരണങ്ങളും ഒന്നും ഈ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന് പറയാൻ പറ്റില്ല. വാവ വന്നു, നമ്മുടെ കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഫുൾ ടൈം അവരുടെ കൂടെ നിൽക്കണം, രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല, അപ്പോൾ ഉണ്ടാകുന്ന ഹോർമോൺ ചേഞ്ചസ്, അതെല്ലാം കൊണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് സങ്കടം വരും, കരച്ചിൽ വരും, ദേഷ്യം വരും. അതിനൊന്നും നമുക്ക് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന് പറയാൻ പറ്റില്ല. അത് ഹോർമോൺ ചേഞ്ചസും അതുപോലെ തന്നെ നമ്മുടെ രാത്രിയുള്ള ഉറക്കമില്ലായ്മയും ഒക്കെ കാരണം കൊണ്ട് നമുക്ക് തോന്നിയാണ്. ഡിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ തന്നെ ഒരു സ്റ്റേജാണ്. നമ്മൾ ന്യൂസൊക്കെ പണ്ട് കണ്ടിട്ടില്ലേ, അതിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ എഫക്ട്സ് എന്നൊക്കെ കണ്ടിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചെറിയ ചെറിയ സംഭവങ്ങളിൽ എല്ലാവർക്കും ഉണ്ടാവും. അത് നിനക്ക് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ആണ് എന്ന് വിചാരിച്ച് നമ്മൾ തന്നെ അത് ഇങ്ങനെ വലുതാക്കി ഇരിക്കേണ്ട. അതൊക്കെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളൂ കേട്ടോ. ഇപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ മൂഡ് സ്വിങ്സും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. അതിനെ നമുക്ക് അത്രയും വലിയൊരു അസുഖമാണെന്ന് എനിക്ക് ഇത് വിചാരിച്ച് നിൽക്കേണ്ട ആരും, അത് കുറച്ച് കഴിയുമ്പം അങ്ങ് മാറിക്കോളും. അടുത്ത ചോദ്യം അനശ്വര പി ചോദിച്ചതാണ്, ഈ Q&A പോസ്റ്റിൻ്റെ അടിയിൽ കുറേ പേർ ചോദിച്ചതായിട്ട് കണ്ടു, ഡെലിവറി സ്റ്റോപ്പ് ചെയ്തോ എന്ന്. അറിയാത്തത് ഇതാണ്, എന്തിനാണ് അത് ചോദിക്കുന്നത്? അതൊക്കെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമല്ലേ, അതറിഞ്ഞിട്ട് എന്തിനാണ്? അനശ്വര പി ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ആൻസർ എന്താണെന്ന് പറയാമെന്ന് വെച്ചാൽ, ഇത് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. അത് മാത്രമാണ് ഞാൻ ഈ Q&Aയിൽ ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാത്തത്. അതെനിക്ക് റിവീൽ ചെയ്യണം, അത് ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര പേഴ്സണൽ ആയിട്ടുള്ള കാര്യമല്ലേ, അതുകൊണ്ട് അത് റിവീൽ ചെയ്യണമെന്ന് തോന്നിയിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് അതിന് ഞാൻ ഇതുവരെ ആയിട്ട് ആൻസർ പറയാഞ്ഞ്. ഇങ്ങനെ ഒരാൾ അങ്ങനെ ഒരു കമൻറ്റ് ചെയ്തിട്ടുമുണ്ട്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നേ, അതാണ് ഞാൻ തപ്പി നോക്കുന്നത്. പക്ഷെ ഇപ്പം ആ ക്വസ്റ്റ്യൻ കാണുന്നില്ല, അവർ ഡിലീറ്റ് ചെയ്തു എന്ന് തോന്നുന്നുണ്ട്. ക്വസ്റ്റ്യൻ ഇതന്നെ, രണ്ടാമത്തെ കുട്ടി പെൺകുട്ടി ആയതിൽ വിഷമം ഉണ്ടോ എന്നായിരുന്നു അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ. അത് ഞാൻ ഇപ്പം നോക്കിയിട്ട് കാണുന്നില്ല. ക്വസ്റ്റ്യൻ വന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിനി. ഇപ്പം അവർക്ക് തന്നെ തോന്നിയിട്ടുണ്ടാവും അത് ചോദിക്കാൻ പാടില്ല എന്ന്. അതന്നെയാണ് അതിൻ്റെ ഉത്തരം. നിങ്ങൾ ഡിലീറ്റ് ആക്കിയില്ലേ, അതന്നെയാണ് അതിൻ്റെ ഉത്തരം. ഏതൊരമ്മക്കും വാവ വയറ്റിൽ ഉണ്ടാവുമ്പം എനിക്ക് ആൺകുട്ടി വേണം പെൺകുട്ടി വേണം അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിലും നമ്മൾ ഡെലിവറി 9 മാസം വയറ്റിലിട്ട് നടന്ന് പുറത്ത് വാവ വന്നു കഴിഞ്ഞാൽ അവരുടെ മുഖം കാണുമ്പം അത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ അങ്ങനെയുള്ള തോട്ടൊന്നും ഉണ്ടാവില്ല. നമ്മൾ വയറ്റിലിട്ട് കൊണ്ട് നടന്ന വാവ പുറത്ത് വരുമ്പം അവരത്രയും സന്തോഷത്തോടു കൂടി മാത്രമേ നമ്മൾ സ്വീകരിക്കുള്ളൂ കേട്ടോ. അവർ നമ്മുടെ ലൈഫിൽ കൂടുതൽ ലൈഫ് ലോങ് നമ്മുടെ കൂടെ ഉണ്ടാവേണ്ട ആളുമാണ്. അതുകൊണ്ട് ആ വന്നതിന്
ഇത് വിഷമമുണ്ടോ, നെഗറ്റീവായി ചിന്തിക്കരുത് എന്നോ അങ്ങനെ എന്തോ ഒരു കമൻറ്റും കൂടി ഉണ്ടായിരുന്നു ആ ക്വസ്റ്റ്യൻ്റെ കൂടെ. അത് ആ ചോദ്യം തന്നെ നെഗറ്റീവാണ്. അപ്പം ഇത് കേട്ടിട്ട് നെഗറ്റീവായി ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ ചോദ്യം തന്നെ നെഗറ്റീവാണ്. ഒരമ്മക്കും അങ്ങനെ ഒരു കുട്ടീനെ കിട്ടിയതിൽ വിഷമം ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്കെന്തായാലും വിഷമമില്ല, ഞാൻ ഫുള്ളി ഹാപ്പി തന്നെയാണ്. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ Q&A. ഒരു 60ഓളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് എല്ലാത്തിനും ഉത്തരം പറഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ കണ്ടതിനെല്ലാം ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഇനി ആരുടെയെങ്കിലും ക്വസ്റ്റ്യന് ഉത്തരം പറയാണ്ടുണ്ടെങ്കിൽ സോറി, ക്ഷമിക്കണം, ഞാൻ കാണാത്തതുകൊണ്ടാണ്. അടുത്ത Q&A ഇടുമ്പം നമുക്ക് അത് പരിഗണിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടാറ്റ.